ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് 50 കിലോ ഫ്രീ സ്റ്റൈലിൻ്റെ ഫൈനൽ മത്സരത്തിൽ പ്രവേശിച്ചതിന് ശേഷം നടത്തിയ 50 കിലോ ഭാരം തെളിയിക്കുന്ന പരിശോധനയിൽ കേവലം 100 ഗ്രാം വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. ബോക്സർ വിജേന്ദർ സിംഗ് അടക്കമുള്ള പലരും ഇതിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഗോദയിലും പുറത്തും പലരോടും പല വ്യവസ്ഥയോടും മല്ലിട്ട് മത്സരിച്ചാണ് വിനേഷ് ഈ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കിയത്. പാരീസ് ഒളിമ്പിക്സിൽ നിന്നുള്ള അയോഗ്യതയെ തുടർന്ന് നിരാശനായാലും ഹൃദയം തകർന്നും ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഇന്ന് കാലത്ത് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ വിനേഷിൻ്റെ ഭാരം കൂടിയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റ് വൈറലാവുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു വാർത്ത പങ്കുവച്ചു അദ്ദേഹം എക്സിൽ കുറിച്ചു. സെമിഫൈനൽ വിജയത്തിന് ശേഷം ഫോഗട്ട് എങ്ങനെയാണ് അമിതഭാരമുള്ളതെന്ന് കാണാൻ നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്റ്റോറി വായിക്കുക. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അവൾക്ക് കുറച്ച് ORS നൽകി. അത് അവളുടെ ഭാരം 52.7 കിലോ ആയി വർദ്ധിപ്പിച്ചു. അവൾ ഒറ്റ രാത്രി കൊണ്ട് 2.7 കിലോഗ്രാം കുറയുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അതിനായി അവളെ രാത്രി മുഴുവൻ വർക്കൗട്ടിനായി നിർദ്ദേശം നൽകി. ഈ അശ്രദ്ധ മനഃപൂർവ്വമാണോ? പാരീസിൽ ഫോഗട്ട് ചരിത്ര നേട്ടം കുറിച്ചത് 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിലാണെങ്കിലും അത് അവരുടെ ഇഷ്ടവിഭാഗമായിരുന്നില്ലെന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. തൻ്റെ ഇഷ്ടവിഭാഗമായ 53 കിലോയിൽ നിന്ന് 50 കിലോയിലേക്ക് ഭാരം കുറച്ചാണ് ഫോഗട്ട് ഇത്തവണ ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി അധികാരികളോട് നടത്തിയ പോരാട്ടവും പരിക്കുമാണ് വിനേഷിനെ 50 കിലോ വിഭാഗത്തിൽ മത്സരിപ്പിക്കുന്നതിലേക്ക് മാറ്റിയത്. 2024 ഏപ്രിൽ 12 വിനേഷ് ഫോഗട്ട് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കുവച്ച ഒരു പോസ്റ്റ് ഇന്ന് പ്രസക്തമായി വരുന്നുണ്ട്. ബ്രിജ് ഭൂഷൺ സിംഗും അയാളുടെ ഡമ്മിയായ സഞ്ജയ് സിംഗും എന്നെ ഒളിമ്പിക്സിൽ നിന്നും മാറ്റി നിർത്താനുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട്. നിയമിക്കപ്പെട്ട എല്ലാ പരിശീലകരും അയാളുടെ ആളുകളാണ്. മത്സരത്തിനിടയിൽ എനിക്ക് കുടിക്കാൻ തരുന്ന വെള്ളത്തിൽ പോലും അവർ എന്തെങ്കിലും കലർത്തുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അതുപോലെ ഒരു താരത്തിൻ്റെ ഭക്ഷണശീലത്തെ കൃത്യമായി ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ന്യൂട്രീഷനിസ്റ്റിനെ നിയമിക്കുന്നത്. ദിൻഷാ പാടിവാല എന്ന കോകിലാബെൻ ധീരുഭായി അംബാനി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജൻ എങ്ങനെയാണ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ആവാൻ സാധിക്കുക? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.